ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب زدني علما نافعا رزقا طيبا عملا متقبلا آمين يا رب العالمين اللهم صل على محمد وعلى آل محمد അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ സൂറത്തുൽ മറിയം കഴിഞ്ഞു. സൂറത്ത് ത്വാഹയാണ്. ത്വാഹ മക്കയിലാണ് അവതരിച്ചത്. 335 ആയത്തുകൾ ഉണ്ട് ട്ടോ. ഇനിയുള്ള സൂറത്തുകളിലൊക്കെ ആയത്തുകൾ ഭയങ്കര ചെറിയ ചെറിയ ആയത്തുകളാണ് ട്ടോ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ത്വാഹ എന്ന് പറയുന്നത് തന്നെ 2 കേവല അക്ഷരങ്ങളാണ്. അതിന്റെ അർത്ഥം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയുള്ളൂ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم ത്വാഹ നിനക്ക് നാം ഖുർആൻ അവതരിപ്പിച്ചു തന്നത് നീ കഷ്ടപ്പെടാൻ വേണ്ടിയല്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ദീന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യങ്ങളും നമ്മളെ പഠിപ്പിച്ചത് നമുക്ക് ഒരു തൃപ്തിയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യാനും നമ്മളിൽ സംശയം വസ്വസ് ഉണ്ടാവാതിരിക്കാനും ഒരു പുതിയ കാര്യങ്ങൾ പിന്നെ ഇബ്ലീസ് നമുക്ക് കൊണ്ടുവന്ന് തരുമ്പം അതിനെ തടയാനും നമുക്ക് അറിയാനും വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു തന്ന കാര്യങ്ങൾ അത് അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മുകളിൽ ഒരു ഇബ്ലീസിന്റെ ഷർറ് കയറി വരില്ല. നമ്മൾ അതിനെ കൂട്ടിച്ചേർത്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കൂല. പണ്ടുള്ള ആളുകളുടെ ജീവിതങ്ങളിലൊക്കെ അവരുടെ ജീവിതങ്ങൾ ഭയങ്കര പ്രയാസം നിറഞ്ഞ ജീവിതങ്ങളായിരുന്നു. ഉദാഹരണമായിട്ട് പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ചില സമൂഹങ്ങളിൽ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താനൊക്കെ പോകാൻ വേണ്ടിയിട്ട് അവര് ഒരുങ്ങിക്കഴിഞ്ഞാൽ അവര് മുൻവാതിലുകളിലൂടെ കയറൂല, പിൻവാതിലുകളിലൂടെ കയറുന്ന ഒരു സ്വഭാവമാണ് അവർക്ക്. ഓക്കെ, പണ്ട് കാലങ്ങളിൽ നമ്മുടെ ദീനിലും അങ്ങനെ തന്നെ ആയിരുന്നു. അതായത് ഹജ്ജിന് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാലൊക്കെ മുൻവാതിലുകളിലൂടെ കയറൂല, പിൻവാതിലുകളിലൂടെ കയറുക. ഇതൊക്കെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇബ്ലീസ് കൊണ്ടു കൊടുക്കുന്ന ഓരോരോ കാര്യങ്ങളാണ്. അതുപോലെ സ്ത്രീകൾക്ക് ഹൈലുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊപ്പം കിടത്തൂല, അവർക്ക് വേറെ തന്നെ റൂം, അവർക്ക് വേറെ തന്നെ വസ്ത്രം, അവർക്ക് വേറെ തന്നെ പാത്രങ്ങൾ. ഇതൊക്കെ ഓരോരോ കാലഘട്ടങ്ങളിലായിട്ട് ആളുകളുടെ ഉള്ളില് ഇബ്ലീസ് കൊണ്ടേയിട്ട് കൊടുത്ത ഓരോ വസ്വസാണ്. അങ്ങനെ കുടുംബ ബന്ധങ്ങളെ തകർക്കുക, കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ അതൊക്കെ അള്ളാഹുന്റെ റസൂലിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ തടഞ്ഞിട്ടുണ്ട്. മുൻവാതിലുകളിലൂടെ കയറുന്നതിന് ഒരു പ്രശ്നമില്ല. ഭാര്യമാർക്ക് ഹൈല് നിഫാസ് ഉണ്ട് എന്നുണ്ടെങ്കിലും ഒപ്പം കൂടെ കിടത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് വസ്ത്രം ഉടുക്കാൻ പറയുകയും, അതായത് ഹൈല് നിഫാസ് ഉള്ള സമയത്തുള്ള വസ്ത്രം ധരിക്കാൻ പറയും. അതായത് നമ്മള് ബ്ലഡ് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് വസ്ത്രം ധരിക്കാൻ പറയുകയും എന്നിട്ട് അവരുടെ കൂടെ കിടന്നുറങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഹദീസുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നത്. അപ്പൊ അതായത് അതൊന്നും ഒരു വിഷയമൊന്നുമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ബ്ലീഡിങ്ങിന്റെ പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നമസ്കാരത്തിന് ഒരു പ്രയാസവും ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഒരാള് ബ്ലീഡിങ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവരുടെ കാലിന്റെ തടിയില് താലം വെച്ചിട്ട്, അതായത് ബ്ലഡ് ഒഴുകുന്നതിന് ഒരു താലം വെച്ചിട്ട് അതിന്റെ മുകളിൽ നിന്നിട്ട് അവർ നമസ്കരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വരെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലീഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമസ്കാരത്തിന് അത് തടയപ്പെടുന്നില്ല. നമസ്കാരത്തിന് അതിന്റെ കാരണം കൊണ്ട് നിങ്ങൾ നമസ്കാരത്തെ ഇല്ലാതാക്കരുത്. ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചത് ആരാണ്? നമ്മളെ റബ്ബാണ്. റബ്ബ് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മളെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഖുർആന് നമുക്ക് ഇറങ്ങിയത് ഒരിക്കലും നമ്മൾ ഒരു കാര്യത്തിലും കഷ്ടപ്പെടാൻ വേണ്ടിയിട്ടല്ല. നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. അപ്പം നമ്മൾ ദീനിലായിരിക്കുന്നു എന്ന് പറയുന്നതും ഖുർആൻ ഓതുന്നു എന്ന് പറയുന്നതും ഭാര്യ ഭർത്തൃബന്ധം ഉണ്ടാവുന്നു എന്ന് പറയുന്നതും ജീവിക്കുന്നു എന്ന് പറയുന്നതും മക്കളെ നോക്കുന്നു എന്ന് പറയുന്നതും ഇതൊക്കെ എന്താണ്? നമുക്ക് എളുപ്പമാക്കിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത്. ആ എളുപ്പത്തിനെ നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ്. ആ എളുപ്പം എവിടെയാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാതെ ഒരു വലിയൊരു പർവ്വതീകരിച്ച് അതിനൊരു വലിയൊരു സംഭവമാക്കി പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 40 കുളി എന്ന് പറയുന്നത് ആളുകളെ വിളിച്ചു കൂട്ടി അതൊരു വലിയ സംഭവമാക്കി, കുട്ടിക്ക് പണ്ടം കെട്ടൽ എന്ന് പറഞ്ഞത് അതിലും വലിയൊരു സംഭവമാക്കി, മുടികളച്ചിൽ എന്ന് പറയുന്നത് അതിലും വലിയൊരു സംഭവമാക്കി, നിക്കാഹ് എന്ന് പറയുന്നത് അതിലും വലിയൊരു സംഭവമാക്കി, എത്രത്തോളം മനുഷ്യനെ യൂസ് ചെയ്തിട്ട് പൈസ നശിപ്പിക്കാനുണ്ടോ അവിടെയൊക്കെ നമ്മളെ ഇബ്ലീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അവിടെ കാര്യങ്ങളിൽ ഇബ്ലീസ് അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ കൊണ്ട് പണം ചെലവഴിപ്പിച്ച് നമ്മളെ പണം നശിപ്പിച്ച് നമ്മളെ ഒരു ധൂർത്ത് കളിക്കുന്ന ആളുകളാക്കി മാറ്റിയത് ഇബ്ലീസാണ്.
അപ്പൊ ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദീന് തന്നത്, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത് എളുപ്പത്തിന്റെ മാർഗത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിലെ ജീവിതത്തിലൊക്കെ എന്തൊരു കാര്യം ഉണ്ടാവുകയാണെങ്കിലും, അതായത് ഒരു വിവാഹം നിക്കാഹ് ബന്ധമാണെങ്കിലും, പിന്നെ കാണാൻ വരലാണെങ്കിലും, പണ്ടം കെട്ടലാണെന്നുണ്ടെങ്കിലും, കുട്ടീന്റെ പ്രസവം ആണെന്നുണ്ടെങ്കിലും, അത് കഴിഞ്ഞിട്ട് കുട്ടിന്റെ മുടിയാളച്ചിലാണെന്നുണ്ടെങ്കിലും, 40 ആണെന്നുണ്ടെങ്കിലും, 27 ആണെന്നുണ്ടെങ്കിലും, 48 ആണെന്നുണ്ടെങ്കിലും, 58 ആണെന്നുണ്ടെങ്കിലും, 1 വയസ്സാണെന്നുണ്ടെങ്കിലും, കുട്ടികളുടെ വയസ്സറിയിക്കുന്നതാണെന്നുണ്ടെങ്കിലും, എല്ലാത്തിലും നിങ്ങൾ അത് കണ്ടെത്തണം. നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ അത് കണ്ടെത്തണം. അള്ളാഹ് എനിക്ക് ഖുർആൻ ഇറക്കിയത്, എന്നെ ദീനിലേക്ക് ആക്കിയത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ എവിടെയാണോ എളുപ്പമുള്ളത് ആ എളുപ്പത്തിന്റെ മാർഗത്തിലാണ് ഞാൻ പോവുക. ആ എളുപ്പം മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. എന്റെ ജീവിതത്തിൽ എന്റെ കയ്യിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ, പൈസ ഇല്ലാത്തൊരു എളുപ്പത്തിന്റെ മാർഗം എങ്ങനെയാണോ ആ എളുപ്പത്തിന്റെ മാർഗം നമ്മൾ കണ്ടെത്തണം. നമ്മൾ യാത്ര ചെയ്യുമ്പം യാത്രയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് പിന്നെ നമസ്കാരത്തിന് ചുരുക്കാം എന്നുള്ള കാര്യം. അത് യാത്രക്കാരൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ എളുപ്പത്തിന്റെ മാർഗമാണ്. ആ എളുപ്പത്തിന്റെ മാർഗം എടുക്കുക. അതല്ല ഞാൻ അവിടെ പോയിട്ട് ഞാൻ 4 റക്അത്ത് ഞാൻ കൃത്യമാക്കി നമസ്കരിച്ചിട്ട് ഞാൻ കടന്നുറങ്ങുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഏറ്റവും പ്രയാസത്തിൽ കൊണ്ടുപോയി വിട്ടു. അതായത് രാത്രി പാതിരാക്ക് 2 മണിക്ക് വീട്ടിൽ കയറി വന്നതിന് ശേഷം എല്ലാവരും ഉറക്കം തൂങ്ങിയിട്ട് നമസ്കരിപ്പിക്കുക. ആ ഉറക്കത്തിന് നിസ്കരിച്ചോ, എന്താ നിസ്കരിച്ചതെന്ന് അറിയില്ല, എങ്ങനെ ഓതിയോന്നറിയില്ല, നമ്മള് ശരിക്കും നമസ്കാരം നടത്തിയോന്നറിയില്ല. ഏറ്റവും ഈസിയിൽ 2 റക്അത്ത് നമ്മൾ യാത്രാ ദൂരത്തിന്റെ ഇടയിൽ നമുക്ക് നിസ്കരിച്ച് പോരായിരുന്നു. അത് ചെയ്യൂല നമ്മൾ വീട്ടിൽ ചെന്ന് വീട്ടിന്റെ ഉള്ളിൽ എത്തി, എന്നിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളെ ശരീരത്തിനെ എടങ്ങറാക്കി നമ്മൾ നമസ്കരിക്കും. നമസ്കരിച്ചിട്ടോ ആ കിടന്നുറങ്ങി കഴിഞ്ഞാൽ ഫജറണ്ട് പോകും. ഫജറണ്ട് നശിപ്പിക്കും. ഇബ്ലീസാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ നമ്മള് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു തന്ന എളുപ്പത്തിന്റെ മാർഗങ്ങൾ എന്തുണ്ടോ ആ എളുപ്പത്തിന്റെ മാർഗത്തിൽ കൂടി കടന്നു പോവുക. മക്കളെ വിവാഹത്തിന് വേണ്ടിയിട്ട്, വിവാഹത്തിന് നിക്കാഹ് എന്ന് പറയുന്നത് പുരുഷന് ഒരു മഹർ കൊടുത്തു കഴിഞ്ഞാല് പിതാവ് അവന് മകളുടെ ഭർത്താവാകാൻ പോകുന്ന അവന്റെ കൈ പിടിച്ച്, നിന്നെ ഞാൻ ഏൽപ്പിച്ചു, അള്ളാഹുവിനെ മുൻനിർത്തി ഞാനിതാ നിന്നെ എന്റെ മകളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ കെട്ടുറപ്പ് അള്ളാഹുവിന്റെ അർഷുമായിട്ടാണ് കെട്ടിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുൻനിർത്തി അവനെ ഏൽപ്പിച്ചു കൊടുത്തതാണ്. പിന്നെ അവന്റെ മുകളിലുള്ള ബാധ്യതയാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. വലീമ കൊടുക്കുന്നത്, അതായത് ഭക്ഷണം കൊടുക്കുന്നത്. അവൻ കൊടുത്തോ അവൻക്ക് സുന്നത്ത് കിട്ടി, അവൻ കൊടുത്തിട്ടില്ലെങ്കിൽ അവൻക്ക് സുന്നത്ത് നഷ്ടപ്പെട്ടു, അത്രയേ ഉള്ളൂ. അല്ലാതെ ജനങ്ങളെ മുഴുവനും 1000 ആൾക്കാരെ വിളിച്ചു കൂട്ടണം, എന്റെ കുടുംബത്തിൽ ഇത്ര ആൾക്കാരുണ്ട്, ആ ആൾക്കാർക്ക് മുഴുവൻ ഭക്ഷണം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കല്യാണം ആയില്ല എന്ന് വിചാരിച്ച ഒരു വാപ്പിയും ഉമ്മയും നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കടം കൊണ്ട് മുടിയും. എന്നിട്ട് ആ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ കടം വീട്ടാൻ വേണ്ടിയിട്ട് ആ പെണ്ണിന് നമ്മൾ എന്താണോ നിക്കാഹ് സമയത്ത് കൊടുത്ത ഗിഫ്റ്റ്, സ്വർണ്ണാണെങ്കിൽ സ്വർണം, അത് പണയപ്പെടുത്തിയിട്ട് ആ കടം വീട്ടാൻ വേണ്ടിയിട്ട് വാപ്പിയമ്മയും നടക്കും. എന്നിട്ട് ആ കടം വീട്ടിയിട്ട് ആ പണയം എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പെണ്ണിനെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷം ആ പണയപ്പെടുത്തിയ സ്വർണം കിട്ടാതിരിക്കുമ്പോൾ ആ പെണ്ണിനെ കൊണ്ടുപോകാതിരിക്കും അവന്. കാരണം അവനക്ക് കൊടുത്ത ഗിഫ്റ്റ് ആണെന്നാണ് അവൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അവൾക്ക് കൊടുത്ത ഗിഫ്റ്റ് അവന്റെ സാധനമെന്നുള്ളത് അവനാണ് നിശ്ചയിച്ചു കഴിഞ്ഞു. പിന്നെ അതിന്റെ മുകളിൽ അടുത്ത പ്രശ്നം, അവസാനം ആ കെട്ടുബന്ധം നഷ്ടപ്പെടുന്ന, ആ വിവാഹബന്ധം നശിക്കുന്ന രീതിയിലേക്ക് അത് പോകും. ഇതൊക്കെ എവിടുന്ന് ഉണ്ടായത്? നമ്മുടെ ഉള്ളില് ഇബ്ലീസ് കൊണ്ടുവന്നിട്ട എല്ലാ വസ്വസിന്റെയും ഭാഗമാണത്. അപ്പൊ നമ്മളെ ജീവിതത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലാക്കി കഴിഞ്ഞാല് എല്ലാത്തിലും എളുപ്പം നമ്മൾ കണ്ടെത്തണം. അത് നമ്മുടെ മുകളിൽ ബുദ്ധി ഉപയോഗിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ബുദ്ധിയാണ്. ആ ബുദ്ധി വെച്ചിട്ട് നമ്മൾ അതിന്റെ എളുപ്പം എന്താണെന്ന് നോക്കുക. എവിടെയാണ് എളുപ്പത്തിലൂടെ അത് കടന്നു പോകാൻ പറ്റും? എളുപ്പത്തിലൂടെ എനിക്ക് എങ്ങനെ എന്റെ മകളുടെ വിവാഹം നടത്താൻ പറ്റും? എളുപ്പത്തിലൂടെ എങ്ങനെ എനിക്ക് അത് ചെയ്യാൻ പറ്റും? എളുപ്പത്തിലൂടെ എനിക്ക് എങ്ങനെ ആ യാത്ര ചെയ്യാൻ പറ്റും? എളുപ്പത്തിലൂടെ എനിക്ക് എങ്ങനെ ബിസിനസ് ചെയ്യാൻ പറ്റും? എല്ലാത്തിനും എളുപ്പത്തിന്റെ മാർഗം നമ്മൾ കണ്ടെത്തുക. അതിന്റെ പ്രയാസം നിങ്ങൾ കണ്ടെത്താൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇബ്ലീസ് അതിനേക്കാളും വലിയ പ്രയാസത്തിൽ കൊണ്ടിട്ട് തരും. എന്നിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ദീനിൽ നിന്നും തന്നെ പുറത്തു പോകുന്ന രീതിയിലേക്ക് അത് അവസാനം ചെന്നെത്തുകയും ചെയ്യും. അപ്പം ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിയത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. മനുഷ്യ മുഴുവനായിട്ട് ആ എളുപ്പം നമ്മൾ കണ്ടെത്തണം. ഭയപ്പെടുന്നവർക്ക് ഉത്ബോധനം നൽകാൻ വേണ്ടി മാത്രമാണിത്. ഭൂമിയും ഉന്നതമായ ആകാശങ്ങളും സൃഷ്ടിച്ചവന്റെ പക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടത് എത്രയത്. പരമകാരുണികൻ സിംഹാസനസ്ഥനായിരിക്കുന്നു. അവനുള്ളതാകുന്നു ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അവയ്ക്കിടയിലുള്ളതും മണ്ണിനടിയിലുള്ളതുമെല്ലാം. നീ വാക്ക് ഉച്ചത്തിലാക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു രഹസ്യമായതും അത്യന്തം നിഗൂഢമായതും അറിയുമെന്ന് നീ മനസ്സിലാക്കുക. അള്ളാഹു, അവനല്ലാതൊരു ദൈവവുമില്ല. അവന്റേതാകുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. മൂസയുടെ വർത്തമാനം നിനക്ക് വന്നു കിട്ടിയോ?
അതായത് അദ്ദേഹം ഒരു തീ കണ്ട സന്ദർഭം. അപ്പോൾ തന്റെ കുടുംബത്തോടും അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നിൽക്കൂ, ഞാൻ ഒരു തീ കണ്ടെത്തിയിരിക്കുന്നു, ഞാൻ അതിൽ നിന്ന് കത്തിച്ചെടുത്തുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്നേക്കാം, അല്ലെങ്കിൽ തീയുടെ അടുത്ത് വല്ല വഴികാട്ടിയെയും ഞാൻ കണ്ടേക്കും. അങ്ങനെ അദ്ദേഹം അതിനടുത്ത് ചെന്നപ്പോൾ ഇപ്രകാരം വിളിച്ചു പറയപ്പെട്ടു, ഹേ മൂസ, തീർച്ചയായും ഞാനാണ് നിന്റെ രക്ഷിതാവ്. അതിനാൽ നീ നിന്റെ ചെരുപ്പുകൾ അഴിച്ചു വെക്കുക, നീ തുവ എന്ന പരിശുദ്ധ താഴ്വരയിലാകുന്നു. ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, അതിനാൽ ബോധനം നൽകപ്പെടുന്നത് നീ ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. തീർച്ചയായും ഞാനാകുന്നു അള്ളാഹു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. അതിനാൽ എന്നെ നീ ആരാധിക്കുകയും എന്നെ ഓർമ്മിക്കുന്നതിനായി നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും ചെയ്യുക. തീർച്ചയായും അന്ത്യസമയം വരിക തന്നെ ചെയ്യും. ഓരോ വ്യക്തിക്കും താൻ പ്രയത്നിക്കുന്നതിനനുസൃതമായി പ്രതിഫലം നൽകപ്പെടാൻ വേണ്ടി ഞാൻ അത് ഗോപ്യമായി വെച്ചേക്കാം. ആകയാൽ അതിൽ അന്ത്യസമയത്തിൽ വിശ്വസിക്കാതിരിക്കുകയും തന്നിഷ്ടത്തെ പിൻപറ്റുകയും ചെയ്തവർ അതിൽ വിശ്വസിക്കുന്നതിൽ നിന്ന് നിന്നെ തടയാതിരിക്കട്ടെ. അങ്ങനെ സംഭവിക്കുന്ന പക്ഷം നീയും നാശമടയുന്നതാണ്. അള്ളാഹു പറഞ്ഞു, ഹേ മൂസ, നിന്റെ വലത് കൈയിലുള്ള ആ വസ്തു എന്താകുന്നു? അദ്ദേഹം പറഞ്ഞു, ഇതെന്റെ വടിയാകുന്നു, ഞാൻ അതിന്മേൽ ഊന്നി നിൽക്കുകയും അതുകൊണ്ട് എന്റെ ആടുകൾക്ക് ഇല അടിച്ചു വീഴ്ത്തി കൊടുക്കുകയും ചെയ്യുന്നു, അതുകൊണ്ട് എനിക്ക് വേറെയും ഉപയോഗങ്ങളുണ്ട്. അള്ളാഹു പറഞ്ഞു, ഹേ മൂസ, നീ ആ വടി താഴെയിടൂ. അദ്ദേഹം അത് താഴെയിട്ടു. അപ്പോഴതാ അതൊരു പാമ്പായി ഓടുന്നു. അവൻ പറഞ്ഞു, അതിനെ പിടിച്ചുകൊള്ളുക, പേടിക്കേണ്ട, നീ അതിനെ അതിന്റെ ആദ്യ സ്ഥിതിയിലേക്ക് തന്നെ മടക്കുന്നതാണ്. നീ നിന്റെ കൈ കക്ഷത്തിലേക്ക് ചേർത്ത് പിടിക്കുക, അതൊരു ദൂഷ്യവും കൂടാതെ തെളിഞ്ഞ് വെള്ള നിറമുള്ളതായി അത് പുറത്തു വരുന്നതാണ്. അത് മറ്റൊരു ദൃഷ്ടാന്തമത്രേ. നമ്മുടെ മഹത്തായ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് നിനക്ക് നാം കാണിച്ചു തരുവാൻ വേണ്ടി അത്രേ അത്. നീ ഫിറഔന്റെ അടുത്ത് പോവുക, തീർച്ചയായും അവൻ ഇരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ രക്ഷിതാവേ, നീ എനിക്ക് ഹൃദയവിശാലത നൽകണമേ, നീ എന്റെ കാര്യം നീ എനിക്ക് എളുപ്പമാക്കി തരണമേ, എന്റെ നാവിൽ നിന്ന് നീ കെട്ടഴിച്ചു തരികയും ചെയ്യണമേ. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഈ ദുആ ആണ് നമ്മൾ എല്ലാ സംസാരത്തിന്റെയും മുന്നോടിയായിട്ട് ചെയ്യുന്നത്. നമ്മുടെ മക്കൾക്ക് പിന്നെ എക്സാമുകളിൽ പോകുമ്പോഴും അവര് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്ക് പോകുമ്പോഴും ഒരാളോട് സംസാരിക്കുമ്പോഴും ഒക്കത്തിനും നമ്മള് നമ്മുടെ പ്രശ്നങ്ങൾക്കും നമ്മുടെ വിഷമങ്ങൾക്കും ഒക്കെ നമ്മൾ ചെയ്യേണ്ട ദുആ ആണ് എന്താണ്? അല്ലാഹുവേ, എനിക്ക് ഹൃദയവിശാലത നൽകണമേ. ഹൃദയവിശാലത ലഭിച്ചു കിട്ടണമെങ്കിൽ മറ്റൊരാൾ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അവര് സംസാരിക്കുന്നത് എന്താണെന്ന് ശരിയായ രീതിയിൽ നമുക്ക് മനസ്സിലാവും. എനിക്ക് എന്റെ കാര്യം നീ എളുപ്പമാക്കി തരണമേ, എല്ലാ കാര്യത്തിലും എനിക്കൊരു എളുപ്പം നൽകണം, എന്റെ നാവിൽ നിന്ന് നീ കെട്ടഴിച്ചു തരികയും ചെയ്യണമേ. ഞാൻ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അവർക്ക് എന്നെ മനസ്സിലാക്കുന്നതിനായി എന്റെ നാവിന്റെ കെട്ടഴിച്ചു തരികയും ചെയ്യണമേ എന്ന് മൂസ അലൈഹി ഇസ്ലാം ദുആ ചെയ്തു. ആ ദുആ ആണ് നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കൊണ്ടുപോകേണ്ട ദുആ ആണത്. ഓക്കെ, ജനങ്ങൾ എന്റെ സംസാരം മനസ്സിലാക്കേണ്ടതിന് അദ്ദേഹം എന്താ പറഞ്ഞത്? മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞത്, ജനങ്ങൾ എന്റെ സംസാരം മനസ്സിലാക്കുന്നതിന് വേണ്ടി എന്റെ നാവിന് കെട്ടഴിച്ചു തരണം, എന്റെ കാര്യങ്ങൾ എളുപ്പമാക്കി തരണം, എന്റെ മനസ്സിന് ഹൃദയവിശാലത നൽകണം. ഹൃദയവിശാലത ഇല്ലാത്ത ആളുകളുടെ ജീവിതം ഭയങ്കര പ്രശ്നമുള്ളതായിരിക്കും. കാരണം വേറൊരാള് സംസാരിക്കുന്നത് മുഴുവനും അതിനെ മുഴുവനും എന്തായും വക്രീകരിച്ചിട്ടായിരിക്കും നമ്മൾ മനസ്സിലാക്കുക. അതായത് ഭർത്താവ് ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്ത് പോയി വന്നു. നമ്മുടെ ഹൃദയവിശാലത ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അദ്ദേഹം പോയിട്ട് അവിടെ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ കാട്ടിയിട്ടുണ്ടാവും, അങ്ങനെ ആക്കിയിട്ടുണ്ടാവും. നമ്മുടെ മനസ്സിൽ അങ്ങനെ ചിന്ത ഇങ്ങനെ വരും. ഹൃദയവിശാലത ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അതിനൊരു എളുപ്പം നമുക്ക് തോന്നും, അദ്ദേഹം പോയി വന്നു, അത്ര തന്നെ. അല്ലെങ്കിൽ നമ്മളോട് ഒരാള് അവിടെ പോയിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ഒരു കാര്യം സംസാരിച്ചു, അല്ലെങ്കിൽ നമ്മളോട് സംസാരിച്ചു, നമുക്ക് ഹൃദയവിശാലത ഉണ്ടെങ്കിൽ പറഞ്ഞത് എന്താണോ അത് അതുപോലെ നമുക്ക് മനസ്സിലാവും. അല്ലാന്നുണ്ടെങ്കിലോ നമ്മൾ അതിനെ ഉള്ളിലിട്ടിട്ട് നമ്മൾ അതിനെ പല വഴിക്കാക്കിയിട്ട് നമ്മൾ ചിന്തിക്കുകയും അത് നമ്മളെ തന്നെ വസ്വസിലാക്കുകയും നമ്മൾ അവരുമായിട്ട് വഴക്കുണ്ടാക്കുകയും അവരുമായിട്ട് തെറ്റുകയും അവരെ കുറിച്ച് നമ്മൾ പിന്നെയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യും. അവരങ്ങനെയായിരിക്കും അവിടെ സംസാരിച്ചിട്ടുണ്ടാവുക, അവരിവിടെ എങ്ങനെയായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക, അവരോട് എങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഒരു സമൂഹത്തിലേക്ക് പോകുമ്പോൾ സഹാബികളെ അടുത്ത് പറയുന്നു, നിങ്ങൾ അവരെ കുറിച്ച് എന്നോടൊന്നും പറയരുതെന്ന്. കാരണം എന്താണ്? അവരുടെ അടുത്തേക്ക് ഞാൻ പോകുന്നത് ശുദ്ധ മനസ്സോട് കൂടിയിട്ട് എനിക്ക് അവരുടെ അടുത്ത് ചെല്ലണം. അവരെന്താണോ പറയുന്നത് അതുപോലെ എനിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് വേറൊരാളെ ഒരു പറഞ്ഞു തന്നു, നീ അവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടല്ലോ, അവിടെ മുന്നിൽ നായ ഉണ്ടാവൂട്ടോ അന്ന് നമ്മളോടത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എന്താ, നമ്മളെ പേടിയോട് കൂടിയിട്ടാണ് ചെല്ലുക. നായ ഇപ്പൊ കടിക്കുവോ, നായ അവിടുന്ന് ഓടി വരുവോ, നായ ഇപ്പുറത്തുണ്ടാവും അല്ലെ, നമ്മുടെ മനസ്സിലായി ആ ചിന്തയോട് കൂടിയിട്ടല്ല നമ്മൾ അവിടേക്ക് ചെല്ലുക. എന്നാല്
നമ്മുടെ ഉള്ളില് അവിടെ അവിടെ എന്തുണ്ട് എന്നുള്ളത് നമുക്ക് ആരും പറഞ്ഞു തന്നില്ല. നമ്മുടെ ഉള്ളിൽ ഒന്നുമില്ല. അപ്പൊ നമ്മളെ മനസ്സ് എന്തായിരിക്കും? നമ്മളെ മനസ്സ് എളുപ്പത്തിന്റെ മനസ്സായിരിക്കും. നമ്മൾ അവരുടെ അടുത്ത് ഓടി അവിടെ ചെല്ലും, അവിടെ വാതിലിന് മുട്ടും, അവരോട് സംസാരിക്കും, അവിടുന്ന് പോരും. അല്ല, നമ്മൾക്ക് വേറൊരാൾ നമുക്ക് അവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ആ ചിന്തയിലായിരിക്കും അവരോട് സംസാരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആളുകളായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് ഒന്നും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ. എന്റെ കുടുംബത്തിൽ നിന്ന് എനിക്കൊരു സഹായിയെയും നീ ഏർപ്പെടുത്തി തരികയും ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, മൂസ അലൈഹി ഇസ്ലാമിന് അവന്റെ സഹോദരനെ, അതായത് ഹാറൂൺ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല നബിയാക്കി കൊടുത്തു. അദ്ദേഹത്തിന് ഒരു നബിക്കും കിട്ടാത്ത അനുഗ്രഹമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ സഹോദരനെ കൂടി എന്താക്കി? നബിയാക്കിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ നിന്നും തന്നെ എനിക്ക് സഹായം തരണമെന്ന് മൂസ അലൈഹി ഇസ്ലാം പറയുകയാണ്. ഓരോ കാര്യങ്ങൾ പറയണം. ആദ്യം എന്താ പറഞ്ഞ? ഹൃദയവിശാലത നൽകണം, പിന്നെ സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിലാക്കി തരണം, കാര്യങ്ങൾ എളുപ്പമാക്കി തരണം, കുടുംബത്തിൽ നിന്ന് എനിക്ക് എന്താണ്? ഒരു സഹായം തരണം. എന്റെ സഹോദരനായിട്ട് ഉള്ള ഹാറൂനെ, അവൻ മുഖേന എന്റെ ശക്തി നീ ദൃഢമാക്കുകയും എന്റെ കാര്യത്തിൽ അവനെ നീ പങ്കാളിയാക്കുകയും ചെയ്യണം. അവൻക്കും എനിക്ക് നൽകുന്ന അനുഗ്രഹത്തിൽ നിന്ന് ഒരു ഓഹരി അവൻക്കും കൊടുക്കണമേ. ജനങ്ങൾ ധാരാളമായി നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുവാനും ധാരാളമായി നിന്നെ ഞങ്ങൾ സ്മരിക്കുവാനും വേണ്ടി തീർച്ചയായും നീ ഞങ്ങളെ പറ്റി കണ്ടറിയുന്നവനാകുന്നു. അള്ളാഹു പറഞ്ഞു, ഹേ മൂസ, നീ ചോദിച്ചത് നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ഒരു കാര്യം ചോദിച്ചാല് അള്ളാഹു സുബ്ഹാനഹു വതആല അത് നൽകുന്നിരിക്കുന്നതിന് ലജ്ജിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ഇബ്ലീസ് ചോദിച്ചിട്ട് പോലും അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് കൊടുത്തു? അവൻക്ക് ഉത്തരം കൊടുത്തു, അവനെ പ്രാർത്ഥന സ്വീകരിച്ചു. അപ്പൊ നമ്മളെ ഈ സാധാരണക്കാരായ നമ്മൾ ചോദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല കേൾക്കൂലേ? കേൾക്കും. നമ്മൾ ചോദിക്കുന്നതും കേൾക്കുന്നുണ്ട്. നമുക്കത് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് റബ്ബിഷ്റഹ്ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹു പറയുന്നത് പോലും നമുക്ക് മനസ്സിലാക്കാനും കൂടിയുള്ള ദുആ ആണിത്. അള്ളാഹുവെ, നീ എനിക്ക് നൽകുന്നതിൽ എനിക്ക് എളുപ്പം നൽകണം, എന്റെ കാര്യങ്ങൾ എളുപ്പമാക്കി തരണം, എന്റെ ഹൃദയത്തിന് വിശാലത നൽകണം. ഇത് നമ്മൾ എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരുന്നാലേ നമ്മുടെ കാര്യത്തിൽ എല്ലാത്തിനും നമുക്കൊരു എളുപ്പം നൽകും. മറ്റൊരിക്കലും നിനക്ക് നാം ഒരു അനുഗ്രഹം ചെയ്തു തന്നിട്ട്, ഇത് ഒരു പ്രാവശ്യം മൂസ അലൈഹി ഇസ്ലാമിന് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ അനുഗ്രഹത്തെ കുറിച്ചാണ്. അതിനുശേഷം അതായത് നിന്റെ മാതാവിന് ബോധനം നൽകപ്പെടേണ്ട കാര്യം നാം ബോധനം നൽകിയ സന്ദർഭത്തിൽ ഈ ഭാഗം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് എന്താണ്? മൂസ അലൈഹി ഇസ്ലാമിന് അറിയാത്തൊരു കാലഘട്ടത്തില് മൂസ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല രക്ഷിച്ച കഥയാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു കൊടുക്കുന്നത്. നീ അവനെ കുട്ടിയെ പെട്ടിയിലാക്കിയിട്ട് നദിയിലേക്ക് ഇട്ടേക്കുക, നദി ആ പെട്ടിക്കരയിൽ തള്ളിക്കൊള്ളും, എനിക്കും അവനും ശത്രുവായിട്ടുള്ള ഒരാൾ അവനെ എടുത്തുകൊള്ളും. ഹേ മൂസ, എന്റെ പക്കൽ നിന്നുള്ള സ്നേഹം നിന്റെ മേൽ ഞാൻ ഇട്ടു തരികയും ചെയ്തു, എന്റെ നോട്ടത്തിലായിക്കൊണ്ട് നീ വളർത്തിയെടുക്കപ്പെടാൻ വേണ്ടിയും കൂടിയാണത്. അതായത് ഫിറഔന്റെ കാലഘട്ടത്തില് മൂസ അലൈഹി ഇസ്ലാം പിന്നെ ഫിറൌനിൽ നിന്ന്, അതായത് മൂസ അലൈഹി ഇസ്ലാമിനെ ഫിറൌനായിരുന്നു വളർത്തിയത്. അത് ആ കഥയുടെ എൻഡിങ്ങിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്താണ് മുമ്പ് നടന്നു പോയത് എന്ന് മൂസ അലൈഹി ഇസ്ലാമിന് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് മൂസ അലൈഹി ഇസ്ലാമിനെ പിന്നെ വളർത്തി വലുതാക്കിയത് പിന്നെ ഫിറഔനും ഫിറൌന്റെ ഭാര്യയും കൂടിയാണ്. ആസിയ എന്നാണ് കഥകളിലും ഹദീസുകളിലൊക്കെ കാണുന്നത്. അള്ളാഹു ആലം. അപ്പം ആ സ്ത്രീ ഒരു നല്ല സ്ത്രീ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരും ഫിറഔനും കൂടിയാണ് മൂസ അലൈഹി ഇസ്ലാമിനെ വളർത്തി വലുതാക്കിയത്. പിന്നീട് ഒരിക്കല് പിന്നെ നാട്ടിലൂടെ പോകുമ്പം രണ്ടാളുകൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് കണ്ടപ്പോൾ ആ വഴക്കുണ്ടാക്കിയ ഒരാള് അയാളെ മൂസ അലൈഹി ഇസ്ലാം അടിക്കുകയും അങ്ങനെ അയാള് കൊല്ലപ്പെടുകയും ചെയ്യുകയാണ്. അങ്ങനെ മൂസ അലൈഹി ഇസ്ലാം മൂസ അലൈഹി ഇസ്ലാമിനെതിരെ തിരിയുമെന്ന് തോന്നിയപ്പം മൂസ അലൈഹി ഇസ്ലാം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ഒരു സമയമാണിത്. ആ സമയത്താണ് അള്ളാഹുമായിട്ട് താഴ്വരയിൽ വെച്ചിട്ട് പിന്നെ മൂസ അലൈഹി ഇസ്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലയായിട്ട് മുനാജാത്ത് നടത്തുന്നത്, സംസാരിക്കുന്നത്. അള്ളാഹുമായിട്ട് നേരിട്ട് സംസാരിച്ച നബിയാണ് മൂസ അലൈഹി ഇസ്ലാം. അപ്പൊ പിന്നെ ഈ സമയത്ത് മൂസ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, നിനക്ക് ഇതൊക്കെ ഞാൻ നൽകി, നീ പറഞ്ഞ ദുആ ചെയ്തതൊക്കെ ഞാൻ നിനക്ക് നൽകുന്നു, അതിന്റെ കൂടെ നിനക്ക് ഞാൻ മുമ്പ് നിന്നെ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ? നിന്റെ മാതാവ്, അതായത് ഫിറഔന് ഒരു ഭയം ഉണ്ടായിരുന്നു. അവിടെയുള്ള ആണുങ്ങൾ മുഴുവനും ആണുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഫിറഔനെതിരെ തിരിയും എന്നുള്ളത് തോന്നിയിട്ട് ഫിറഔന് അവിടെ ജനിക്കുന്ന കുട്ടികളെ മുഴുവനും കൊല്ലുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ ആ കൊല്ലുന്ന സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ മൂസ അലൈഹി ഇസ്ലാമിന്റെ മാതാവ് പ്രസവിച്ച സമയത്ത് ആൺകുട്ടിയാണെന്ന് കണ്ടപ്പോൾ അവര് ഭയപ്പെടുകയും അങ്ങനെ അവര് എന്ത് ചെയ്തു? കുട്ടിനെ ഒരു പെട്ടിയിലാക്കിയിട്ട് അവര് വെള്ളത്തിൽ ഒഴുക്കി കളയുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒഴുക്കി കളഞ്ഞിട്ട്
അവർക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ലാന്ന്. അവർക്ക് സങ്കടം സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അവര് അവരുടെ പിന്നെ പിന്നെ അതായത് മൂസ അലൈഹി ഇസ്ലാമിന്റെ സഹോദരിയെ ആ പെട്ടിയുടെ പിന്നാലെ പറഞ്ഞയക്കും. പെട്ടി ഇങ്ങനെ വെള്ളത്തിലൂടെ പോവുകയാണ്. അങ്ങനെ പിന്നാലെ പറഞ്ഞയക്കുമ്പോ അത് അവസാനം ചെന്ന് നിൽക്കല് ഫിറഔന്റെ കൊട്ടാരത്തിന്റെ മുമ്പിലുള്ള ആ വഴിയിലൂടെയാണ് നിൽക്കുക. അങ്ങനെ ഫിറഔന്റെ ഭാര്യ ആ പെട്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവര് ഈ കുഞ്ഞിനെ അവരാണ് വളർത്താൻ വേണ്ടിയിട്ട് അവർ പറയും കുഞ്ഞിനെ നമുക്ക് വളർത്താം എന്ന് പറഞ്ഞിട്ട് അവര് തന്നെ, അതായത് അള്ളാഹു സുബ്ഹാനഹു വ എന്തിനെ ഭയപ്പെട്ടിട്ടാണോ ഫിർഔൻ ഓടിയത്, ആ ഓടിയ ആ കാര്യം തന്നെ അവന്റെ മുന്നിലേക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ്. അതായത് മൂസ അലൈഹി ഇസ്ലാം തന്നെയാണ് ഫിർഔന്റെ ശത്രുവായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ പിന്നെ വെക്കുക. അപ്പൊ ആ കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞപ്പം കുഞ്ഞ് പാല് കുടിക്കുന്നില്ല. കുഞ്ഞ് പാല് കുടിക്കാതെ കുഞ്ഞി കരച്ചിലോട് കരച്ചിൽ. ആരൊക്കെ പാല് കൊടുത്തിട്ടും കുഞ്ഞ് പാല് കുടിക്കുന്നില്ല. അങ്ങനെ അവര് ആ നാട്ടിലെ തന്നെ ഏതെങ്കിലും സ്ത്രീ ഉണ്ടോ കുട്ടിക്ക് പാല് കൊടുക്കാനെന്ന് ചോദിച്ച് നടക്കുകയും അങ്ങനെ പിന്നെ ഫിറഔന്റെ പിന്നെ മൂസ അലൈഹി ഇസ്ലാമിന്റെ മാതാവിനെ തന്നെ അവർ കണ്ടെത്തുകയും അവര് പാല് കൊടുത്തപ്പം ആ കുഞ്ഞ് കരച്ചിൽ നിർത്തി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മാനെ തന്നെ എന്ത് ചെയ്തു, ആ ഫിറഔന്റെ വീട്ടില് കൊണ്ടുപോയിട്ട് ആ കുഞ്ഞിന് പാല് കൊടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നമ്മളറിയാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് കാണിച്ചു തരികയാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല. നീ അവനെ കുട്ടിയെ പെട്ടിയിലാക്കിയിട്ട് നദിയിലേക്ക് ഇടുക. ആ നദി ആ പെട്ടിക്കരയിൽ തള്ളിക്കൊള്ളും. എനിക്കും അവന് ശത്രുവായിട്ടുള്ള ഒരാൾ അവനെ എടുത്തുകൊള്ളും. ഹേ മൂസ, എന്റെ പക്കൽ നിന്നുള്ള സ്നേഹം നിന്റെ മേൽ ഞാൻ ഇട്ടു തരികയും ചെയ്തു. എന്റെ നോട്ടത്തിലായിക്കൊണ്ട് നീ വളർത്തിയെടുക്കപ്പെടാൻ വേണ്ടിയും കൂടിയാണത്. നിന്റെ സഹോദരി നടന്നു ചെല്ലുകയും ഇവന്റെ കുട്ടിയുടെ സംരക്ഷണത്തിൽ ഏൽക്കാൻ കഴിയുന്ന ഒരാളെ പറ്റി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് പറയുകയും ചെയ്ത സന്ദർഭം ശ്രദ്ധേയമാകുന്നു. അങ്ങനെ നിന്റെ മാതാവിങ്കിലേക്ക് തന്നെ നിന്നെ നാം തിരിച്ചേൽപ്പിച്ചു. അവളുടെ കണ്ണ് കൊളുക്കുവാനും അവൾ ദുഃഖിക്കാതിരിക്കുവാനും വേണ്ടി നീ ഒരാളെ കൊല്ലുകയുണ്ടായി. എന്നിട്ട് അത് സംബന്ധിച്ച് മനക്ലേശത്തിൽ നിന്ന് നിന്നെ നാം രക്ഷിക്കുകയും ചെയ്തു. പല പരീക്ഷണങ്ങളിലൂടെയും നിന്നെ നാം പരീക്ഷിക്കുകയുണ്ടായി. അങ്ങനെ പല പരീക്ഷണങ്ങളിലൂടെയും നിന്നെ നാം പരീക്ഷിക്കുകയുണ്ടായി. അങ്ങനെ മദിയൻകാരുടെ കൂട്ടത്തിൽ കൊല്ലങ്ങളോളം നീ താമസിച്ചു. പിന്നീട് ഹേ മൂസ, നീ എന്റെ ഒരു നിശ്ചയപ്രകാരം ഇതാ വന്നിരിക്കുന്നു. എന്റെ സ്വന്തം കാര്യത്തിനായി നിന്നെ ഞാൻ വളർത്തിയെടുത്തിരിക്കുന്നു. എന്റെ ദൃഷ്ടാന്തങ്ങളുമായി നീയും നിന്റെ സഹോദരനും പോയിക്കൊള്ളുക. എന്നെ സ്മരിക്കുന്നതിൽ നിങ്ങൾ അമാന്തിക്കരുത്. നിങ്ങൾ രണ്ടുപേരും ഫിർഔന്റെ അടുത്ത് പോവുക. തീർച്ചയായും അവൻ അതിക്രമകാരിയായിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ അവനോട് സൗമ്യമായ വാക്ക് പറയുക. അവൻ ഒരു വേള ചിന്തിച്ച് മനസ്സിലാക്കിയേക്കാം, അല്ലെങ്കിൽ ഭയപ്പെട്ടു എന്ന് വരാം. അവർ രണ്ടുപേരും പറഞ്ഞു, ഞങ്ങളുടെ രക്ഷിതാവേ, അവൻ ഫിർഔൻ ഞങ്ങളുടെ നേർക്ക് എടുത്തു ചാടുകയും അതിക്രമം കാണിക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ നിങ്ങൾ ഇരുവരും അവന്റെ അടുത്ത് ചെന്ന് പറയുക, തീർച്ചയായും നിങ്ങൾ എന്റെ രക്ഷിതാവിന്റെ ദൂതന്മാരാകുന്നു. അതിനാൽ ഇസ്രായേൽ സന്തതികളെ ഞങ്ങളുടെ കൂടെ വിട്ടുതരണം. അവരെ മർദ്ദിക്കരുത്. നിന്റെ അടുത്ത് ഞങ്ങൾ വന്നിട്ടുള്ളത് നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തവും കൊണ്ടാകുന്നു. സന്മാർഗം പിന്തുടർന്നവർക്കാർക്കും സമാധാനം. നിഷേധിച്ചു തള്ളുകയും പിന്മാറിക്കളയുകയും ചെയ്തവർക്കാണ് ശിക്ഷയുള്ളതെന്ന് തീർച്ചയായും ഞങ്ങൾക്ക് ബോധനം നൽകപ്പെട്ടിരിക്കുന്നു. അവൻ ഫിർഔൻ ചോദിച്ചു, ഹേ മൂസ, അപ്പോൾ ആരാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും രക്ഷിതാവ്? അദ്ദേഹം മൂസ പറഞ്ഞു, ഓരോ വസ്തുവും അതിന്റെ പ്രകൃതം നൽകുകയും അതിന് വഴി കാണിക്കുകയും ചെയ്തവൻ ആരോ അവനത്രേ ഞങ്ങളുടെ രക്ഷിതാവ്. അവൻ പറഞ്ഞു, അപ്പോൾ മുൻ തലമുറകളുടെ അവസ്ഥ എന്താണ്? അദ്ദേഹം പറഞ്ഞു, അവരെ സംബന്ധിച്ചുള്ള അറിവ് എന്റെ രക്ഷിതാവിന്റെ ഒരു രേഖയിലുണ്ട്. എന്റെ രക്ഷിതാവ് പിഴച്ചു പോവുകയില്ല, അവൻ മറന്നു പോവുകയുമില്ല. നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ തൊട്ടിലാക്കുകയും നിങ്ങൾക്ക് അതിൽ നിന്ന് വഴികൾ ഏർപ്പെടുത്തി തരികയും ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കി തരികയും ചെയ്തവനത്രേ അവൻ. അങ്ങനെ അത് വെള്ളം മൂലം വ്യത്യസ്ത തരത്തിലുള്ള സസ്യങ്ങളുടെ ജോഡികൾ നാം അള്ളാഹു ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ തിന്നുകയും നിങ്ങളുടെ കാലുകളെ മേയ്ക്കുകയും ചെയ്തു കൊള്ളുക. തീർച്ചയായും ബുദ്ധിമാന്മാർക്ക് അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. അതിൽ ഭൂമിയിൽ നിന്നാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്. അതിലേക്ക് തന്നെ നിങ്ങളെ നാം അടക്കുന്നു. അതിൽ നിന്ന് തന്നെ നിങ്ങളെ മറ്റൊരു പ്രാവശ്യം നാം പുറത്തു കൊണ്ടുവരികയും ചെയ്യും. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഓരോന്നും നാം ഫിർഔന് കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്തു. എന്നിട്ടും അവൻ നിഷേധിച്ച് തള്ളുകയും നിരസിക്കുകയുമാണ് ചെയ്തത്. അവൻ പറഞ്ഞു, ഹേ മൂസ, ഓ മൂസ, നിന്റെ ജാലവിദ്യ കൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറന്തള്ളാൻ വേണ്ടിയാണ് നീ ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. എന്നാൽ ഇതുപോലുള്ള ജാലവിദ്യ തീർച്ചയായും ഞങ്ങൾ നിന്റെ അടുത്തും കൊണ്ടുവന്ന് കാണിക്കാം. അതുകൊണ്ട് ഞങ്ങൾക്ക് നിനക്കുമിടയിൽ ഒരു അവധി നിശ്ചയിക്കുക. ഞങ്ങളോ നീയോ അത് ലംഘിക്കാവുന്നതല്ല. മധ്യമമായ ഒരു സ്ഥലത്തായിരിക്കട്ടെ അത്. അദ്ദേഹം മൂസ പറഞ്ഞു, നിങ്ങൾക്കുള്ള അവധി ഉത്സവ ദിവസമാകുന്നു. പൂർവാഹനത്തിൽ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടേണ്ടതാണ്. എന്നിട്ട് ഫിർഔൻ പിരിഞ്ഞുപോയി തന്റെ തന്ത്രങ്ങൾ സംഘടിപ്പിച്ചു. എന്നിട്ട് അവൻ നിശ്ചിത സമയത്ത് വന്നു. മൂസ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് നാശം. നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കരുത്. ഏതെങ്കിലും ഒരു ശിക്ഷ മുഖേന അവൻ നിങ്ങളെ ഉന്മൂലനം ചെയ്തേക്കാം.
കള്ളം കെട്ടിച്ചവനാരോ അവൻ തീർച്ചയായും പരാജയപ്പെട്ടിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ അവർ ആളുകൾ തമ്മിൽ അവരുടെ കാര്യത്തിൽ ഭിന്നതയിലായി. അവർ രഹസ്യ സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ചർച്ചയ്ക്ക് ശേഷം അവർ പറഞ്ഞു, തീർച്ചയായും ഇവർ ഇരുവരും ജാലവിദ്യക്കാർ തന്നെയാണ്. അവരുടെ ജാലവിദ്യ കൊണ്ട് നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ പുറന്തള്ളാനും നിങ്ങളുടെ മാതൃകാപരമായ മാർഗത്തെ നശിപ്പിച്ചു കളയുവാനും അവൻ ഉദ്ദേശിക്കുന്നു. അതിനാൽ നിങ്ങളുടെ തന്ത്രം നിങ്ങൾ ഏകകണ്ഠമായി തീരുമാനിക്കുകയും എന്നിട്ട് നിങ്ങൾ ഒരൊറ്റ അണിയായി രംഗത്ത് വരികയും ചെയ്യുക. മികവ് നേടിയവരാരോ അവരാണ് ഇന്ന് വിജയികളായിരിക്കുക. അവർ ജാലവിദ്യക്കാർ പറഞ്ഞു, ഹേ മൂസ, ഒന്നുകിൽ നീ ഇടുക, അല്ലെങ്കിൽ ഞങ്ങളാകാം ആദ്യമായി ഇടുന്നവർ. അദ്ദേഹം പറഞ്ഞു, അല്ല, നിങ്ങൾ ഇട്ടുകൊള്ളുക. അപ്പോഴത് അവരുടെ ജാലവിദ്യ നിമിത്തം അവരുടെ കയറുകളും വടികളും എല്ലാം ഓടുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. അപ്പോൾ മൂസക്ക് തന്റെ മനസ്സിൽ ഒരു പേടി തോന്നി. നാം പറഞ്ഞു, പേടിക്കേണ്ട, തീർച്ചയായും നീ തന്നെയാണ് കൂടുതൽ ഔന്നത്യം നേടുന്നവൻ. നിന്റെ വലത് കൈകളിലുള്ള വടി നീ ഇട്ടേക്കുക. അവർ ഉണ്ടാക്കിയതെല്ലാം അത് വിഴുങ്ങിക്കൊള്ളും. അവരുണ്ടാക്കിയത് ജാലവിദ്യക്കാരന്റെ തന്ത്രം മാത്രമാകുന്നു. ജാലവിദ്യക്കാരൻ എവിടെ ചെന്നാലും വിജയികളാവുകയില്ല. ഉടനെ ആ ജാലവിദ്യക്കാർ പ്രണമിച്ചുകൊണ്ട് താഴെ വീണു. അവർ പറഞ്ഞു, ഞങ്ങൾ ഹാറൂന്റെയും മൂസയുടെയും രക്ഷിതാവെങ്കിൽ വിശ്വസിച്ചിരിക്കുന്നു. ഫിർഔൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമ്മതം തരുന്നതിന് മുമ്പ് നിങ്ങൾ അവനെ വിശ്വസിച്ചു കഴിഞ്ഞിരുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ജാലവിദ്യ പഠിപ്പിച്ചു തന്ന നിങ്ങളുടെ നേതാവ് തന്നെയാണ് അവൻ. ആകയാൽ തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി മുറിച്ചു കളയുകയും ഈന്തപ്പനത്തടികളിൽ നിങ്ങളെ ഞാൻ ക്രൂശിക്കുകയും ചെയ്യുന്നതാണ്. ഞങ്ങളിൽ ആരാണ് ഏറ്റവും കഠിനമായി നീണ്ടു നിൽക്കുന്നതുമായ ശിക്ഷ നൽകുന്നവൻ എന്ന് തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വന്നു കിട്ടിയ പ്രത്യക്ഷമായ തെളിവുകളെക്കാളും നിങ്ങളെ സൃഷ്ടിച്ചതിനേക്കാളും നിനക്ക് ഞങ്ങൾ മുൻഗണന നൽകുകയില്ല തന്നെ. അതിനാൽ നീ വിധിക്കുന്നതെന്തോ അത് വിധിച്ചു കൊള്ളുക. ഈ ഐഹിക ജീവിതത്തിൽ മാത്രമേ നീ വിധിക്കുകയുള്ളൂ. ഞങ്ങൾ ചെയ്ത പാപങ്ങളും നീ ഞങ്ങളെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ച ജാലവിധിയും അവൻ ഞങ്ങൾക്ക് പുറത്തു തരേണ്ടതിനായി തീർച്ചയായും ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവെങ്കിൽ വിശ്വസിച്ചിരിക്കുന്നു. അള്ളാഹുവാണ് ഏറ്റവും ഉത്തമനും എന്നും നിലനിൽക്കുന്നവനും. തീർച്ചയായും വല്ലവനും കുറ്റവാളിയായിക്കൊണ്ട് തന്റെ രക്ഷിതാവിന്റെ അടുത്ത് ചെല്ലുന്ന പക്ഷം അവനുള്ളത് നരകമത്രേ. അതിലവൻ മരിക്കുകയില്ല, ജീവിക്കുകയുമില്ല. സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചിട്ടാണ് വല്ലവനും അവന്റെ അടുത്ത് ചെല്ലുന്നതെങ്കിൽ അത്തരക്കാർക്കുള്ളതാകുന്ന ഉന്നതമായ പദവികൾ, അതായത് താഴ്ഭാഗത്ത് കൂടി നദികൾ ഒഴുകുന്ന സ്ഥിരവാസത്തിനുള്ള സ്വർഗത്തോപ്പുകൾ. അവരതിൽ നിത്യവാസികളായിരിക്കും. അതാണ് പരിശുദ്ധി നേടിയവർക്കുള്ള പ്രതിഫലം. മൂസക്ക് നാം ഇപ്രകാരം ബോധനം നൽകുകയുണ്ടായി, എന്റെ ദാസന്മാരെയും കൊണ്ട് രാത്രിയിൽ നീ പോവുക. എന്നിട്ട് അവർക്ക് വേണ്ടി സമുദ്രത്തിലൂടെ ഒരു ഉണങ്ങിയ വഴി നീ ഏർപ്പെടുത്തി കൊടുക്കുക. ശത്രുക്കൾ പിന്തുടർന്നെത്തുമെന്ന് നീ പേടിക്കേണ്ടതില്ല. യാതൊന്നും നീ ഭയപ്പെടേണ്ടതുമില്ല. അപ്പോൾ ഫിറഔൻ തന്റെ സൈന്യങ്ങളോട് കൂടി അവരുടെ പിന്നാലെ ചെയ്തു. അപ്പോൾ കടലിൽ നിന്ന് അവരെ ബാധിച്ചതെല്ലാം അവരെ ബാധിച്ചു. ഫിറഔൻ തന്റെ ജനതയെ ദുർമാർഗത്തിലാക്കി. അവൻ നേർവഴിയിലേക്ക് നയിച്ചില്ല. ഇസ്രായേൽ സന്തതികളെ, നിങ്ങളുടെ ശത്രുവിൽ നിന്ന് നിങ്ങളെ നാം രക്ഷപ്പെടുത്തുകയും തൂർ പർവ്വതത്തിന്റെ വലതുഭാഗം നിങ്ങൾക്ക് നാം നിശ്ചയിച്ചു തരികയും മന്നയും സൽവയും നിങ്ങൾക്ക് നാം ഇറക്കി തരികയും ചെയ്തു. നിങ്ങൾക്ക് നാം തന്നിട്ടുള്ള വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. അതിൽ നിങ്ങൾ അതിരുകവിയരുത്. നിങ്ങൾ അതിരുകവിയുന്ന പക്ഷം എന്റെ കോപം നിങ്ങളുടെ മേൽ വന്നിറങ്ങുന്നതാണ്. എന്റെ കോപം ആരുടെ മേൽ വന്നിറങ്ങുന്നുവോ അവൻ നാശത്തിൽ പതിച്ചു. പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും പിന്നെ നിർമാർഗത്തിൽ നിലകൊള്ളുകയും ചെയ്തവർക്ക് തീർച്ചയായും ഞാൻ ഏറെ പുറത്തു കൊടുക്കുന്നവനത്രേ. അള്ളാഹു ചോദിച്ചു, ഹേ മൂസ, നിന്റെ ജനങ്ങളെ ഒട്ടിച്ച് നീ ധൃതിപ്പെട്ടു വരാൻ കാരണം എന്താണ്? അദ്ദേഹം പറഞ്ഞു, അവരിതാ എന്റെ പിന്നിൽ തന്നെയുണ്ട്. എന്റെ രക്ഷിതാവെ, നീ തൃപ്തിപ്പെടുന്നതിന് വേണ്ടിയാണ് ഞാൻ നിന്റെ അടുക്കിലേക്ക് ധൃതിപ്പെട്ടു വന്നിരിക്കുന്നത്. അള്ളാഹു പറഞ്ഞു, എന്നാൽ നീ പോന്ന ശേഷം നിന്റെ ജനതയെ നാം പരീക്ഷിച്ചിരിക്കുന്നു. സാമിരി അവരെ വഴിതെറ്റിച്ചു കളഞ്ഞിരിക്കുന്നു. അപ്പോൾ മൂസ തന്റെ ജനങ്ങളുടെ അടുത്ത് കുപിതനായും ദുഃഖിതനായും കൊണ്ട് തിരിച്ചു ചെന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് ഉത്തമമായ ഒരു വാഗ്ദാനം നൽകിയില്ലേ? എന്നിട്ട് നിങ്ങൾക്ക് കാലം ദീർഘിച്ചു പോയോ? അഥവാ നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള കോപം നിങ്ങളിൽ ഇറങ്ങണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ എന്നോട് നിശ്ചയം നീ ലംഘിച്ചതാണോ? അവർ പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ ഹിതമനുസരിച്ച് താങ്കളോടുള്ള നിശ്ചയം ലംഘിച്ചതല്ല. എന്നാൽ ജനങ്ങളുടെ ആഭരണ ചുമടുകൾ ഞങ്ങൾ വഹിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഇത് തീയിൽ എറിഞ്ഞു കളഞ്ഞു. അപ്പോൾ സാമിരിയും അപ്രകാരം അത് തീയിലിട്ടു. എന്നിട്ട് അവർക്ക് അവൻ ഒരു ലോഹം കൊണ്ട് ഒരു മുക്രയിടുന്ന കാളക്കുട്ടിയുടെ രൂപം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അവർ അന്യോന്യം പറഞ്ഞു, നിങ്ങളുടെ ദൈവവും മൂസയുടെ ദൈവവും ഇത് തന്നെയാണ്. എന്നാൽ അദ്ദേഹം മറന്നുപോയിരിക്കുകയാണ്. എന്നാൽ അതൊരു വാക്കുപോലും അവരോട് മറുപടി പറയുന്നില്ലെന്നും അവർക്ക് യാതൊരു ഉപകാരം ചെയ്യാൻ അതിന് കഴിയില്ലെന്നും അവർ അനുസരിക്കുകയും ചെയ്യുക. അവർ പറഞ്ഞു, മൂസ, ഞങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരുവോളം ഞങ്ങൾ ഇതിനുള്ള ആരാധനയിൽ നിരതരായി തന്നെ ഇരിക്കുന്നതാണ്. അദ്ദേഹം മൂസ പറഞ്ഞു, ഹാറൂനെ, ഇവർ വഴിപിഴച്ചു പോയതായി നീ കണ്ടപ്പോൾ നിനക്ക് എന്ത് തടസ്സമാണ് ഉണ്ടായത്? എന്നെ നീ പിന്തുടരാതിരിക്കാൻ നീ എന്റെ കൽപ്പനക്കെതിരെ പ്രവർത്തിക്കുകയാണോ ചെയ്തത്? ഹാറൂൺ പറഞ്ഞു, എന്റെ ഉമ്മയുടെ മകനെ, നീ എന്റെ താടിയിലും തലയിലും പിടിക്കാതിരിക്കൂ. ഇസ്രായേൽ സന്തതികൾക്കിടയിൽ നീ ഭിന്നിപ്പുണ്ടാക്കി കളഞ്ഞു. എന്റെ വാക്കിനെ നീ കാത്തുന്നില്ല എന്ന് നീ പറയുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ് ഉണ്ടായത്. തുടർന്ന് സാമരിയോട് അദ്ദേഹം പറഞ്ഞു, ഹേ
സാമിരി, നിന്റെ കാര്യം എന്താണ്? അവൻ പറഞ്ഞു, അവർ ജനങ്ങൾ കണ്ടു മനസ്സിലാക്കാത്ത ഒരു കാര്യം ഞാൻ കണ്ടു മനസ്സിലാക്കി. അങ്ങനെ ദൈവദൂതന്റെ കാൽപ്പാടിൽ നിന്ന് ഞാൻ ഒരു പിടി പിടിക്കുകയും എന്നിട്ട് അത് ഇട്ടുകളയുകയും ചെയ്തു. അപ്രകാരം ചെയ്യാനാണ് എന്റെ മനസ്സ് പ്രേരിപ്പിച്ചത്. അദ്ദേഹം മൂസ പറഞ്ഞു, എന്നാൽ നീ പോ, തീർച്ചയായും നിനക്ക് ഈ ജീവിതത്തിലുള്ളത് തൊട്ടുകൂടാ എന്ന് പറയലായിരിക്കും. തീർച്ചയായും നിനക്ക് ഒരു നിശ്ചിത ഒരു അവധിയുണ്ട്, അത് അതിലംഘിക്കപ്പെടുകയില്ല. നീ പൂജിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ ആ ദൈവത്തെ എനിക്ക് നേരെ നോക്കൂ. തീർച്ചയായും നാം അതിനെ ചുട്ടരിക്കുകയും എന്നിട്ട് നാം അതിനെ പൊടിച്ച് കടലിൽ വിതറിക്കളയുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ ദൈവം അല്ലാഹു മാത്രമാകുന്നു, അവനല്ലാതെ യാതൊരു ദൈവവുമില്ല. അവന്റെ അറിവ് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാനും മാത്രം വിശാലമായിരിക്കുന്നു. ഇവിടെ പിന്നെ മൂസ അലൈഹി ഇസ്ലാം ഫിറൗനിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്തി അങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയതിനു ശേഷം, അതായത് കടലിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയതിനു ശേഷം മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുമായിട്ട് പിന്നെ ഇബാദത്തിലാവാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ 40 ദിവസമാണെന്നാണ് അത് പറയുന്നത്. അങ്ങനെ പോയ സമയത്ത് ഇവരുടെ കയ്യിൽ ഒരുപാട് സ്വർണ്ണം ഉണ്ടായിരുന്നു. ഫിറൗന്റെ അടുത്തുനിന്ന് കടന്നു വന്ന ഒരു സമൂഹമായതുകൊണ്ട് തന്നെ ആ നാട്ടിലുണ്ടായിരുന്ന സ്വർണ്ണമൊക്കെ അവരെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണങ്ങളൊക്കെ അവർ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂടി കൊണ്ടാണ് ഇവർ വന്നത്. അപ്പൊ താഴ്വരയിൽ ഇവരെ നിർത്തിയതിനു ശേഷം മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുമായിട്ട് സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഹാറൂൺ അലൈഹി ഇസ്ലാമിനെ മൂസ അലൈഹി ഇസ്ലാം ഇവരുടെ കീഴിലായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു, ഇവരെ നോക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ സാമിരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യന് അവർക്കിടയില് അവര് ഫിത്ന ഉണ്ടാക്കുകയും അവരുടെ കയ്യിലുള്ള സ്വർണം മുഴുവനും അവര് തീയിലെറിയുകയും അതുകൊണ്ട് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കുകയും ചെയ്തു. ഓക്കെ, മൂസ അലൈഹി ഇസ്ലാം പോയ സ്ഥലത്ത് മൂസ അലൈഹി ഇസ്ലാമിനെ ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്ന് വിളിക്കുകയും അങ്ങനെയാണ് മൂസ അലൈഹി ഇസ്ലാം അവിടുന്ന് പോകുന്നത്. അപ്പം ഈ ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നു പോയ സ്ഥലത്തെ ഒരു മണ്ണ് എടുത്തുകൊണ്ട് ഈ സാമിരി എന്ത് ചെയ്തു, ഈ കാളക്കുട്ടിയുടെ വായിൽ തിരുകി കൊടുത്തു. കാളക്കുട്ടിയുടെ വായിൽ തിരികെ കൊടുത്തതോട് കൂടിയിട്ട് അതിന് ഒരു ശബ്ദം ഉണ്ടാവാൻ തുടങ്ങി, മുക്രയിടുന്ന പോലെ ഒരു ശബ്ദം ഉണ്ടായി. അതോട് കൂടിയിട്ട് ജനങ്ങളെ സാമിരി പറഞ്ഞു, ഇതിനെ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്നോളി മൂസ വരുന്നത് വരെയെന്ന്. അപ്പം അങ്ങനെയാണ് അവിടെ ആ സംഭവം ഉണ്ടാകുന്നത്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് ചെന്ന് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുനാജാത്ത്, അതായത് സംസാരം നടക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറയും, നിന്റെ സമൂഹം അതാ അവിടെ അവര് വീണ്ടും വഴികേടിലായിരിക്കുന്നു. അപ്പം മൂസ അലൈഹി ഇസ്ലാം ഹാറൂണിനെ അവിടെ നിർത്തിയിട്ടാണ് പോകുന്നത്, ഹാറൂൺ അലൈഹി ഇസ്ലാമിനെ നിർത്തിയിട്ടാണ് പോകുന്നത്. അങ്ങനെ മൂസ അലൈഹി ഇസ്ലാം ഓടി തിരിച്ചു മടങ്ങി വരുമ്പം അവിടെ ആളുകള് ഈ കാളക്കുട്ടിക്ക് ചുറ്റും ഇരുന്നിട്ട് അവര് അതിനെ ഇബാദത്ത് ചെയ്യുന്നത് കാണും. അപ്പൊ ഹാറൂൺ അലൈഹി ഇസ്ലാമിന്റെ കുടുമയിൽ പിടിച്ചിട്ട് മൂസ അലൈഹി ഇസ്ലാം പറയും, നീ ഇല്ലായിരുന്നു ഇവിടെ ഞാൻ പോയപ്പോൾ, എന്നിട്ട് എന്തുകൊണ്ടാണ് നീ ഇതിനെ തടഞ്ഞതില്ല എന്ന് ചോദിച്ചപ്പോ, നീ ജനങ്ങളെ ഞാന് ഭിന്നിപ്പിലാക്കി കളയുന്നു എന്ന് നീ പറയും പിന്നീട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ പേടിച്ചിട്ടാണ് ചെയ്യാതിരുന്നത്. അവരെന്നെ കളവാക്കുകയും ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയും. അപ്പൊ ഇതാണ് ഈ ഭാഗം. ഓക്കെ, ഈ കഥയാണ് അത് പറഞ്ഞു തന്നിട്ടുള്ള സുബ്ഹാനഹു തആല. അപ്പൊ ഈ ഇസ്രായേലി സമൂഹം ഇത് ഇന്നലെയും ഇന്നും തുടങ്ങിയതല്ല. അവരുടെ ജീവിതകാലം മുഴുവനും അവര് അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് എത്ര തന്നെ കാണിച്ചു കൊടുത്താലും അവരെ അവസാനം പറയലെന്താ, ഹേ മൂസ, നീ നിന്റെ ദൈവത്തിനോട് ചോദിക്കുക എന്നാണ്. കാരണം അപ്പോഴും അവര് സ്വയം അത് ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല, അള്ളാഹു സുബ്ഹാനഹു തആലയെ ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരു സമൂഹമായിരുന്നു അവര് എന്നുള്ളതാണ്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്, നിങ്ങളുടെ ദൈവം അള്ളാഹു മാത്രമാകുന്നു, അവനല്ലാതെ യാതൊരു ദൈവവുമില്ല, അവന്റെ അറിവ് എല്ലാ കാര്യത്തെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായിരിക്കുന്നു. അപ്രകാരം മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സംഭവത്തെ പറ്റിയുള്ള വൃത്താന്തങ്ങളിൽ നിന്ന് നാം നിനക്ക് വിവരിച്ചു തരുന്നു. തീർച്ചയായും നാം നിനക്ക് നമ്മുടെ പക്കൽ നിന്നുള്ള ബോധനം നൽകിയിരിക്കുന്നു. ആരെങ്കിലും അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന പക്ഷെ തീർച്ചയായും ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവൻ പാപത്തിന്റെ ഭാരം വഹിക്കുന്നതാണ്, അതിൽ അവൻ നിത്യവാസികളായിരിക്കും. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ആ ഭാരം അവർക്ക് എത്ര ദുസ്സഹം. അതായത് കാഹളത്തിൽ ഓതപ്പെടുന്ന ദിവസം കുറ്റവാളികളെ അന്നേ ദിവസം നീലവർണ്ണമുള്ളവരായിക്കൊണ്ട് നാം ഒരുമിച്ച് കൂട്ടുന്നതാണ്. അവർ അന്യോന്യം പതുക്കെ പറയും, 10 ദിവസമല്ലാതെ നിങ്ങൾ ഭൂമിയിൽ താമസിക്കുകയും ഉണ്ടായിട്ടില്ല എന്ന്. അവരിൽ ഏറ്റവും ന്യായമായ നിലപാടുകാരൻ ഒരൊറ്റ ദിവസം മാത്രമേ നിങ്ങൾ താമസിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അവർ അതിനെപ്പറ്റി നാം നല്ലവണ്ണം അറിയുന്നവനാകുന്നു. പർവ്വതങ്ങളെ സംബന്ധിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു, പറയുക, എന്റെ രക്ഷിതാവ് അവയെ പൊടിച്ച് പാറ്റിക്കളയുന്നതാണ്, എന്നിട്ട് അവൻ അതിനെ സമനിരപ്പായി മൈതാനമാക്കി വിടുന്നതാണ്. ഇറക്കമോ കയറ്റമോ നീ അവിടെ കാണുകയില്ല. അന്നേ ദിവസം വിളിക്കുന്നതിന്റെ പിന്നാലെ അവനോട് യാതൊരു വക്രതയും കാണിക്കാതെ അവർ പോകുന്നതാണ്. എല്ലാ ശബ്ദങ്ങളും പരമകാരുണ്യത്തിന് കീഴൊതുങ്ങുന്നതുമാണ്, അതിനാൽ ഒരു നേർത്ത ശബ്ദമല്ലാതെ നീ കേൾക്കുകയില്ല. അന്നേ ദിവസം പരമകാരുണികൻ ആരുടെ കാര്യത്തിൽ അനുമതി നൽകുകയും ആരുടെ വാക്ക് തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നുവോ അവനല്ലാതെ ശുപാർശ പ്രയോജനപ്പെടുകയില്ല. അവരുടെ മുമ്പിലുള്ളതും പിന്നിലുള്ളതും അവൻ അറിയുന്നു. അവർക്കാകട്ടെ അതിനെപ്പറ്റിയൊന്നും പരിപൂർണമായി അറിയാനുമാവുന്നില്ല. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനും
ആയുള്ളവന് മുഖങ്ങൾ കീഴൊതുങ്ങിയിരിക്കുന്നു. അക്രമത്തിന്റെ ഭാരം ചുമന്നവൻ പരാജയമടയുകയും ചെയ്തിരിക്കുന്നു. ആരെങ്കിലും സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങളിൽ വല്ലതും പ്രവർത്തിക്കുന്ന പക്ഷം അവൻ അക്രമത്തെയോ അനീതിയെയോ ഭയപ്പെടേണ്ടി വരികയില്ല. അപ്രകാരം അറബിയിൽ പാരായണം ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥമായി നാം ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇതിൽ നാം താക്കീത് വിവിധ തരത്തിൽ വിവരിച്ചിരിക്കുന്നു. അവർ ആരൊക്കെയാണോ അവർക്ക് സൂക്ഷ്മതയുള്ളവരാവുകയോ അവർക്ക് ബോധമുള്ളവരാവുകയോ ചെയ്യുന്നതിനു വേണ്ടി സാക്ഷാൽ രാജാവായ അള്ളാഹു അത്യുന്നതനായിരിക്കുന്നു. ഖുർആൻ അത് നിനക്ക് ബോധനം നൽകപ്പെട്ട് കഴിയുന്നതിന് മുമ്പായി പാരായണം ചെയ്യുന്നതിന് നീ ധൃതി കാണിക്കരുത്. എന്റെ രക്ഷിതാവേ, എനിക്ക് നീ ജ്ഞാനം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് നീ പറയുകയും ചെയ്യുക. റബ്ബി സിദ്നി ഇൽമ എന്നുള്ള ദുആ ഇതാണ്. ഓക്കെ. മുമ്പ് നാം ആദമിനോട് കരാർ ചെയ്യുകയുണ്ടായി. എന്നാൽ അദ്ദേഹം അത് മറന്നുകളഞ്ഞു. അദ്ദേഹത്തിന് നിശ്ചയദാർഢ്യമുള്ളതായി നാം കണ്ടില്ല. നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യൂ എന്ന് നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമത്രേ. അപ്പോൾ അവർ സുജൂദ് ചെയ്തു. ഇബ്ലീസ് ഒഴികെ അവൻ വിസമ്മതിച്ചു. അപ്പോൾ നാം പറഞ്ഞു, ആദമേ, തീർച്ചയായും ഇവർ നിന്റെയും നിന്റെ ഇണയുടെയും ശത്രുവാകുന്നു. അതിനാൽ നിങ്ങളെ രണ്ടുപേരെയും അവൻ സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളാതിരിക്കട്ടെ. അങ്ങനെ സംഭവിക്കുന്ന പക്ഷം നീ കഷ്ടപ്പെടും. തീർച്ചയായും നിനക്ക് ഇവിടെ വിശക്കാതെയും നഗ്നനാവാതെയും കഴിയാം. നിനക്ക് ഇവിടെ ദാഹിക്കാതെയും വെയില് കൊള്ളാതെയും കഴിയാം. അപ്പോൾ പിശാച് അദ്ദേഹത്തിന് ദുർബോധനം നൽകി, ആദമേ, അനശ്വരത നൽകുന്ന ഒരു വൃക്ഷത്തെപ്പറ്റിയും ക്ഷയിച്ചു പോകാത്ത ആധിപത്യത്തെ പറ്റിയും ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ? അങ്ങനെ അവൻ ആദമും ഭാര്യയും ആ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചു. അപ്പോൾ അവർ ഇരുവർക്കും തങ്ങളുടെ ഗുഹ്യഭാഗങ്ങൾ വെളിപ്പെടുകയും സ്വർഗത്തിലെ ഇലകൾ കൂട്ടിച്ചേർത്ത് തങ്ങളുടെ ദേഹം അവർ പുതിയാൻ തുടങ്ങുകയും ചെയ്തു. ആദം തന്റെ രക്ഷിതാവിനോട് അനുസരണക്കേട് കാണിക്കുകയും അങ്ങനെ പിഴച്ചു പോവുകയും ചെയ്തു. അനന്തരം അദ്ദേഹത്തിന്റെ രക്ഷിതാവ് അദ്ദേഹത്തെ ഉത്കൃഷ്ടനായി തിരഞ്ഞെടുക്കുകയും അദ്ദേഹത്തിന്റെ പശ്ചാത്താപം സ്വീകരിക്കുകയും മാർഗദർശനം നൽകുകയും ചെയ്തു. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. നിങ്ങളിൽ ചിലർക്ക് ശത്രുക്കളാകുന്നു. എന്നാൽ എന്റെ പക്കൽ നിന്നുള്ള വല്ല മാർഗദർശനവും നിങ്ങൾക്ക് വന്നു കിട്ടുന്ന പക്ഷം അപ്പോൾ എന്റെ മാർഗദർശനം ആർ പിൻപറ്റുന്നുവോ അവൻ പിഴച്ചു പോവുകയില്ല, കഷ്ടപ്പെടുകയുമില്ല. എന്റെ ഉത്ബോധനത്തെ വിട്ട് വല്ലവൻ തിരിഞ്ഞു കളയുന്ന പക്ഷം തീർച്ചയായും അവൻ ഇടുങ്ങിയ ഒരു ജീവിതമാണ് ഉണ്ടായിരിക്കുക. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവനെ നാം അന്ധനായി നിലയിൽ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്നതുമാണ്. അവൻ പറയും, എന്റെ രക്ഷിതാവേ, നീ എന്തിനാണ് എന്നെ അന്ധനായ നിലയിൽ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നത്? ഞാൻ കാഴ്ചയുള്ളവനായിരുന്നല്ലോ. അള്ളാഹു പറഞ്ഞു, അങ്ങനെ തന്നെയാകുന്നു. നിനക്ക് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വന്നെത്തുകയുണ്ടായി, എന്നിട്ട് നീ അത് മറന്നു കളഞ്ഞു. അതുപോലെ ഇന്ന് നീയും വിസ്മരിക്കപ്പെടുന്നു. അതിരി കവിയുകയും തന്റെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങൾ വിശ്വസിക്കാതിരിക്കുകയും ചെയ്തവർക്ക് അപ്രകാരമാണ് പ്രതിഫലം നൽകുന്നത്. പരലോകത്തെ ശിക്ഷ കൂടുതൽ കഠിനമായത് നിലനിൽക്കും തന്നെയാകുന്നു. അവർക്ക് മുമ്പ് നാം എത്രയെത്ര തലമുറകളെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് എന്ന വസ്തുത അവർ മാർഗദർശനമാക്കിയിട്ടില്ലേ? അവരുടെ വാസസ്ഥലങ്ങളിൽ കൂടി അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്ക് മുമ്പ് നാം എത്രയോ തലമുറകളെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് എന്ന വസ്തുത അവർക്ക് മാർഗദർശനമായിട്ടില്ലേ? അവരുടെ വാസസ്ഥലങ്ങളിൽ കൂടി ഇവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ബുദ്ധിമാന്മാർക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. നിന്റെ രക്ഷിതാവിൽ നിന്നൊരു വാക്കും നിശ്ചിതമായ ഒരു അവധിയും മുമ്പേ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അത് ശിക്ഷാ നടപടി ഇവർക്കും അനിവാര്യമാകുമായിരുന്നു. ആയതിനാൽ ഇവർ പറയുന്നതിനെ പറ്റി ക്ഷമിക്കുക. സൂര്യോദയത്തിനു മുമ്പും സൂര്യാസ്തമയത്തിനു മുമ്പും നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ നീ പ്രകീർത്തിക്കുകയും ചെയ്യുക. രാത്രിയിലെ ചില നാഴികളിലും പകലിലെ ചില ഭാഗങ്ങളിലും നീ അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുക. നിനക്ക് സംതൃപ്തി വന്നേക്കാം. അവരിൽ മനുഷ്യരിൽ പല വിഭാഗങ്ങൾക്ക് നാം ഐഹിക ജീവിതാലങ്കാരം അനുഭവിപ്പിച്ചതിലേക്ക് നിന്റെ സൃഷ്ടികൾ നീ പായിക്കരുത്. അതിലൂടെ നാം അവരെ പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നു. നിന്റെ രക്ഷിതാവ് നൽകുന്ന ഉപജീവനമാകുന്നു കൂടുതൽ ഉത്തമവും നിലനിൽക്കുന്നതും. നിന്റെ കുടുംബത്തോട് നീ നമസ്കരിക്കാൻ കൽപ്പിക്കുകയും അതിൽ നമസ്കാരത്തിൽ നീ ക്ഷമാപൂർവ്വം ഉറച്ചു നിൽക്കുകയും ചെയ്യുക. നിന്നോട് നാം ഉപജീവനം ചോദിക്കുന്നില്ല, നാം നിനക്ക് ഉപജീവനം നൽകുകയാണ് ചെയ്യുന്നത്. ധർമ്മനിഷ്ഠക്കായിരിക്കുന്നു ശുഭ പര്യവസാനം. അവർ പറഞ്ഞു, അദ്ദേഹം പ്രവാചകൻ എന്തുകൊണ്ട് ഞങ്ങൾക്ക് തന്റെ രക്ഷിതാവിൽ നിന്ന് ഒരു ദൃഷ്ടാന്തം കൊണ്ടുവന്ന് തന്നില്ല? പൂർവ്വ ഗ്രന്ഥങ്ങളിലെ ഒരു പ്രത്യക്ഷമായ തെളിവ് അവർക്ക് വന്നു കിട്ടിയില്ലേ? ഇവർക്ക് മുമ്പ് വല്ല ശിക്ഷ കൊണ്ടും നാം അവരെ നശിപ്പിച്ചിരുന്നുവെങ്കിൽ അവർ പറയുമായിരുന്നു, ഞങ്ങളുടെ രക്ഷിതാവേ, നീ എന്തുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് ഒരു ദൂതനെ അയച്ചു തന്നില്ല? എങ്കിൽ ഞങ്ങൾ അപമാനിതരും നിന്ദ്യരുമായി തീരുന്നതിന് മുമ്പ് നിന്റെ ദൃഷ്ടാന്തങ്ങളെ ഞങ്ങൾ പിന്തുടരുമായിരുന്നു. നബിയെ പറയുക, എല്ലാവരും കാത്തിരിക്കുന്നവരാകുന്നു, നിങ്ങളും കാത്തിരിക്കുക. നേരായ പാതയുടെ ഉടമകളാരെന്നും സന്മാർഗം പ്രാപിച്ചവരാരെന്നും അപ്പോൾ നിങ്ങൾക്ക് അറിയാറാകും. മാഷാ അല്ലാഹ്, അല്ലാഹു മുബാരിക്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സൂറത്ത് തോഹ കഴിഞ്ഞു. ഒരു കഥ പറയുന്നത് പോലെയാണ് സൂറത്ത് തോഹ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത്. പൂർണ്ണമായിട്ടും കഥകളാണ് അതിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനും പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അതിൽ നിന്ന് പഠിക്കാനുള്ള പാഠങ്ങളും അതിൽ തന്നെ ഉണ്ട്. നമുക്ക് കൃത്യമായിട്ട് ഏറ്റവും ഉന്നതമായ രീതിയിൽ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞു തന്നിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ വിവരിച്ചു തന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ 16ാമത്തെ ജുസ് കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനിയുള്ളത് സൂറത്തുൽ അംബിയായും സൂറത്തുൽ ഹജ്ജ് വരെയുള്ള ഭാഗമാണ് ഇനിയുള്ളത്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് നാളെ മുതൽ ക്ലാസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ജസാക്കുമുല്ലാഹു ഖൈറൻ. അല്ലാഹു ബാരിക്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. رب ارحمهما كما ربياني صغيرا رب ارحمهما كما ربياني صغيرا رب ارحمهما كما ربياني صغيرا رب هب لي من الصالحين رب هب لي من الصالحين رب هب لي من الصالحين رب هب لي من لدنك ذرية طيبة إنك سميع الدعاء يا غني الله غنيني بفضلك من سواك ربي أنزلني منزلا مباركا أنت خير المنزلين اللهم استر ولا تؤثر وتمم بالخير ربي أنزلني منزلا مباركا أنت خير المنزلين سبحان الله الحمد لله لا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله اللهم اغفر لي وارحمني واجبرني وارفعني وارزقني وادني وعافني آمين يا رب العالمين اللهم إنا نسألك جنات الفردوس الأعلى اللهم إنا نسألك جنات الفردوس الأعلى اللهم إنا نسألك جنات الفردوس الأعلى ربي إني لما أنزلت إلي من خير فقير ربنا آتنا من لدنك رحمة وهب لنا من أمرنا رشدا رب اشرح لي صدري ويسر لي أمري آمين 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 برحمتك يا أرحم الراحمين യാ ഹയ്യുൽ ഖയ്യൂമായ റഹ്മാൻ റഹീമായ അദൽ ജലാൽ ഇക്റാമായ അഹ്ദൽ സമദമായ അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് ഇതിനെ സ്വീകരിക്കും എന്റെ ഉത്തമരായ അടിമകളാകിയ അല്ലാഹുവേ നീ ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ യാ റഹ്മാൻ റഹീമിൻ അല്ലാഹുവേ നീ നൽകിയ അനുഗ്രഹങ്ങൾ അല്ലാഹുവെ പരിപൂർണമായി ഉപയോഗിക്കാനും വിനിയോഗിക്കാനും അല്ലാഹു നിന്റെ തൃപ്തിപ്പെട്ട ദാസന്മാരും ദാസിമാരും ആകാനും ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ ലോകത്തും പരലോകത്തും വിജയം വരിച്ച് നിന്റെ ഉത്തമരായ അടിമകളാകാൻ തൗഫീക്ക് നൽകുകയും അല്ലാഹു എല്ലാ മല പോലെ വരുന്ന ആപത്തുകളെ ഞങ്ങൾക്ക് നീ മഞ്ഞു പോലാക്കി തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ സന്തതി പരമ്പരകളിൽ ഞങ്ങൾ മാതാപിതാക്കളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ബന്ധുമിത്രാദികളിലും ഞങ്ങളുടെ സഹോദരങ്ങളിലും അവരുടെ കുടുംബങ്ങളിൽ അല്ലാഹുവെ ഞങ്ങൾക്ക് കൺകുളിർമ നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹുവെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ബാധിക്കാവുന്ന എല്ലാ പിശാചിന്റെ എല്ലാ ഇബ്ലീസിന്റെ എല്ലാ ഷറുകളിൽ നിന്നും ഞങ്ങളെ നീ പരിപൂർണമായി സംരക്ഷിച്ചു നിർത്തണമേ യാ റഹ്മാൻ റഹീമിൻ അല്ലാഹുവെ വരും തലമുറകൾക്ക് അല്ലാഹുവെ ഞങ്ങളെ ഉത്തമരായ മാതൃകകളാക്കി നീ നിലനിർത്തി തരണമേ യാ റഹ്മാൻ റഹീമിൻ അല്ലാഹുവെ ഞങ്ങളുടെ ഇബാദത്തുകൾ ഏറ്റവും ഉന്നതമായ രീതിയിൽ നീ സ്വീകരിക്കുകയും അല്ലാഹുവെ പാപമോചനം നൽകി ലഭിച്ച നിന്റെ ഉത്തമരാടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹു ഈ ദിവസങ്ങളിൽ ഈ ഉത്തമമായ ദിവസങ്ങളിൽ അല്ലാഹുവെ പാപമോചനം ലഭിച്ച് പരിപൂർണമായി നിന്നിലേക്ക് മടങ്ങി ഉത്തമരായ നിന്റെ അടിമകളാകാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹുവെ ഞങ്ങളുടെ അമലുകളെ ഏറ്റവും ഉന്നതമായ രീതിയിൽ നീ തൃപ്തിപ്പെട്ട് സ്വീകരിക്കുക അല്ലാഹു സ്വർഗത്തിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ആലയിൽ അല്ലാഹുവെ നിന്നെ കൺകുളിർക്ക് കണ്ടുമുട്ടാൻ അത് ഞങ്ങൾക്ക് സബബാക്കി അനുഗ്രഹിക്കുകയും ചെയ്യണമേ യാ റഹ്മാൻ റഹീമിൻ അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതമാർഗ്ഗങ്ങളിൽ അല്ലാഹു റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകുകയും അല്ലാഹുവേ നിന്റെ മുന്നിലല്ലാതെ മറ്റാരുടെ മുന്നിൽ കൈ നീട്ടാത്ത വിധം അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതമാർഗ്ഗങ്ങളിൽ നീ വിശാലത നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ യാ റഹ്മാൻ റഹീമിൻ അല്ലാഹുവേ എല്ലാ ഇബ്ലീസിന്റെ ഷർറുകളിൽ നിന്ന് ഞങ്ങളുടെ സന്തതി പരമ്പരകളെയും ഞങ്ങളുടെ ഇണകളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും അല്ലാഹുവേ ഞങ്ങളെയും നീ കാത്തുരക്ഷിക്കണമേ യാ റഹ്മാൻ റഹീമിൻ അല്ലാഹുവേ നിന്റെ ഖുർആന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹു ഈ കൂട്ടായ്മയെ നീ ഉന്നതമായ നിലയിൽ അല്ലാഹു സ്വർഗത്തിലും ഞങ്ങൾക്ക് ഒരുമിപ്പിച്ച് തരയണമേ യാ റഹ്മാൻ റഹീമിൻ അല്ലാഹു ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും പരിപൂർണമായി പൂർത്തിയാക്കി തരയണമേ യാ റഹ്മാൻ റഹീമിൻ അല്ലാഹു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾക്ക് പൂർത്തി തരയണമേ യാ റഹ്മാൻ റഹീമിൻ അല്ലാഹു ഞങ്ങളുടെ മാനസികമായ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ നീക്കി തരയണമേ അല്ലാഹുവെ ഞങ്ങളെ സന്തതി പരമ്പരകളുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ നീക്കി കൊടുക്കണമേ യാ റഹ്മാൻ റഹീമിൻ അല്ലാഹുവെ ഞങ്ങളെ നാടിനെ നീ സമാധാനത്തിലും സന്തോഷത്തിലും സംതൃപ്തിയിലാക്കി തരണമേ ഞങ്ങളോട് കരുണ കാണിക്കാത്തവർ അല്ലാഹു ഞങ്ങളുടെ മേലധികാരികളാക്കുന്നതിൽ നിന്ന് അല്ലാഹു നിന്നിലേക്ക് ഞങ്ങൾ അഭയം തേടുന്നു യാ റഹ്മാൻ റഹീമിൻ അല്ലാഹു യാ ദൽ ജലാൽ ഇക്റാമായ അല്ലാഹു ഖയ്യൂമായ അല്ലാഹു ഞങ്ങളിൽ നിന്ന് നിന്നിലേക്ക് മടങ്ങിയവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ ബന്ധുക്കളിലും അല്ലാഹുവെ പ്രയാസം അനുഭവിക്കുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ നീക്കി കൊടുക്കണമേ യാ റഹ്മാൻ റഹീമിൻ അല്ലാഹു ഞങ്ങളുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ പൂർത്തീകരിച്ചു കൊടുക്കണമേ അല്ലാഹു മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കണമേ ഭവനങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഉന്നതമായ ഭവനങ്ങളും അല്ലാഹുവെ വിശാലതയും നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹുവെ റഹ്മാൻ റഹീമിൻ അല്ലാഹുവെ അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് എല്ലാ അസുഖങ്ങളിൽ നിന്ന് പരിപൂർണമായ ശിഫയും സമാധാനം നൽകി അനുഗ്രഹിക്കണമേ
എല്ലാ മാറാരോഗങ്ങളിൽ നിന്ന്, അസുഖങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അല്ലാഹുവെ, ഞങ്ങളുടെ സന്തതി പരമ്പരകളെയും ഞങ്ങളുടെ ഇണകളെയും അവരുടെ കുടുംബങ്ങളെയും നീ കാത്തുരക്ഷിക്കണമേ. യാ റഹ്മൻ അല്ലാഹുവെ, നിന്നോട് ചോദിക്കാനുള്ള എല്ലാ ചോദ്യങ്ങളും അല്ലാഹുവെ ഞങ്ങൾ നിന്നിലേക്ക് ഞങ്ങൾ മടക്കുന്ന അല്ലാഹുവെ, ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് അറിയാതെ ചെയ്തു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ദോഷങ്ങളും ഞങ്ങൾക്ക് നീ പൂർത്തിയാക്കി അനുഗ്രഹിക്കണമേ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. الحمد لله رب العالمين. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. جزاك الله خير. جزاكم الله خير. وإياكم. الحمد لله. بارك الله فيكم.